പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടല്ല കേട്ടോ. ഈ പവർ മെഷീനെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ ഈ മെഷീൻ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇന്നലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മെഷീൻ സ്റ്റക്കായിപ്പോയി. പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഞാൻ ഈ മെഷീൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്നെപ്പോലെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് കൂടി ഷെയർ ചെയ്യുന്നത്. ഈ മെഷീൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിനൂലിടുന്ന ഭാഗത്തായിട്ട് കുറച്ച് നൂല് കുരുങ്ങിപ്പോയതാണ്. അതെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ബോബിൻ കേസ് ഊരിയെടുക്കണം. ഈ മെഷീൻ സ്റ്റക്കായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ വീല് കറങ്ങാതെ നമുക്ക് ബോബിൻ കേസ് ഊരിയെടുക്കാനും പറ്റില്ല. ഞാൻ ഈ മെഷീൻ്റെ ഷോറൂമിൽ വിളിച്ചപ്പോൾ അവർ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പറഞ്ഞു തന്നത്. ഒന്ന്, ഈ ബോബിൻ കേസിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. നമ്മുടെ സാധാരണ മെഷീനുകളിലൊക്കെ അതിൻ്റെ ഓരോ ഭാഗങ്ങളിലും നമ്മൾ ഓയിൽ നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ മെഷീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ടാങ്കിനകത്ത് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മെഷീൻ്റെ ഓരോ ഭാഗങ്ങളിലും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓയിൽ എത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അവരെനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വീഡിയോയും കൂടെ എടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ നന്നായിട്ട് എടുക്കാൻ പറ്റാത്തത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെഷീൻ്റെ വീല് ഫ്രണ്ടിലോട്ടാണല്ലോ കറങ്ങുന്നത്. ഇനി നമ്മൾ ബാക്കിലോട്ട് കറക്കി കൊടുക്കുക. നമ്മൾ ഏത് മെഷീൻ മേടിക്കുമ്പോഴും അതിൻ്റെ കൂടെ കുറച്ച് ടൂൾസുകൾ കിട്ടും. അപ്പോൾ അതിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം ഈ ഹോളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കിലോട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് സമയം എടുത്തിട്ടാണ് ഈ വീലൊന്ന് കറങ്ങി വന്നത്. ഇപ്പോൾ നമുക്ക് ഈ വീലിൻ്റെ ഭാഗത്തെ പ്രശ്നം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് തന്നെ ബോബിൻ കേസ് ഊരിയെടുക്കാൻ പറ്റും. കുറച്ച് നൂലുകൾ ഇതിനകത്ത് കുരുങ്ങിയിരുന്നതായിരുന്നു. എന്തോ വലിയ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. അവരുടെ സഹായത്തോടെ തന്നെ അത് ശരിയാക്കി എടുക്കാൻ പറ്റി. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.